ഹലോ മൈ ഡിയർ മൈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നേക്ക് വീഡിയോയിൽ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി വന്നിട്ട് ഒരു വെജ് കുറുമ ഉണ്ടാക്കാൻ പോകുന്നത്. വെജ് കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പച്ചക്കറിയെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് പട്ടാണി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ബീൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 5 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, തേങ്ങ, കുറച്ച് വലിയ ജീരകം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. വെജ് കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും പെരിയ ജീരകവും ചേർത്ത് നന്നായിട്ട് നൈസ് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പട്ട ഗ്രാമ്പ് മസാല വെച്ചിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില വെച്ച് കൊടുത്തിട്ടുണ്ട്, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയും വലിയ ജീരകവും ചേർത്ത് നന്നായി നൈസായി പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പ് കത്തിച്ചിട്ട് ഒരു കുക്കർ വെച്ച് കൊടുക്കുക. കുക്കർ നന്നായിട്ട് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് നെയ്യും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് കുറച്ച് ഓയിലും ചേർത്ത് ആ കുക്കർ ചൂടാൻ അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. ഓയിലും നെയ്യും ചേർത്ത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു പട്ട, ഗ്രാമ്പ്, ലവംഗം ഇട്ട് കൊടുക്കുക. ഒരു 2 ലവംഗം, പട്ട, ഗ്രാമ്പ്, മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു പട്ട ഗ്രാമ്പ് മസാല ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ഒരു 2 ചെറിയ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 2 ചെറിയ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 സവാള കുറച്ച് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഓയിലിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് വന്നിട്ട് നമ്മൾ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പ്, കുറുമയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് രണ്ടും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പ് കുറച്ച് പാകത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി അടുത്തതായിട്ട് കുറച്ച് ബീൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ബീൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര കുറുമ അതിനനുസരിച്ച് പച്ചക്കറിൻ്റെ അളവൊക്കെ നിറയെ എടുക്കുക. പിന്നെ പട്ടാണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പട്ടാണി കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, ബീൻസ്, പട്ടാണി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എല്ലാം ചേർത്ത് നമ്മൾ ഇളക്കി കൊടുക്കുക. ഓയിലോട് ചേർത്ത് എല്ലാം ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ ചെറുതായിട്ട് കട്ട് ചെയ്ത കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് എല്ലാ പച്ചക്കറിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പ് പാകത്തിന് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പച്ചമുളക് ഇട്ടിട്ടാണ് അരയ്ക്കുന്നത്. തേങ്ങയും കുറച്ച് വലിയ ജീരകവും പച്ചമുളകും ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. അതുകൊണ്ട് ഒരു പൊടിക്ക് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ തേങ്ങയും കുറച്ച് വലിയ ജീരകവും പച്ചമുളകും ചേർത്ത് അരച്ചെടുത്ത തേങ്ങ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ പേസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് മുളക് പൊടി നിങ്ങൾ ചേർക്കാം. ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ പേസ്റ്റ് ഇട്ട് കൊടുത്തു. തേങ്ങയും വലിയ ജീരകവും പച്ചമുളകും ചേർത്ത് അരച്ചിട്ടാണ് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഇനി പച്ചക്കറി വേകാനുള്ള അളവിലാണ് വെള്ളം ഒഴിക്കുന്നത്. ഇനി കുറച്ച് ആ സമയത്ത് കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കുക. കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പച്ചക്കറി വേകാനുള്ള അളവിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കർ മൂടിയിട്ട് വേഗം വെക്കണം. അതിന് വേണ്ടിയിട്ട് അപ്പോൾ നല്ല മസാലകളെല്ലാം ചേർത്ത് എല്ലാ പച്ചക്കറിയും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാലകളെല്ലാം ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ജാറ് കഴുകിയ ആവശ്യത്തിന് വെള്ളം കുറച്ചൊഴിച്ച് നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ അടുത്ത പച്ചക്കറിയും ആ മസാലയുടെ അളവിനനുസരിച്ചാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ കുറുമ എടുത്ത അളവിനനുസരിച്ചുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചക്കറിക്ക് അനുസരിച്ചിട്ട് ഞാൻ എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുത്തത്. അതിലേക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് ബിരിയാണി ഇല ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുക്കർ മൂടിയിട്ട് ഒരു 2 വിസിൽ വന്നാൽ നമ്മുടെ വെജ് കുറുമ റെഡിയാവും. ടേസ്റ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെജ് കുറുമയാണ്. ഇനി മൂടിയിട്ടിട്ട് ഒരു 2 വിസിൽ വരുന്നവരേക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ 2 വിസിൽ വരട്ടെ. അതുവരേക്ക് വെയിറ്റ് ചെയ്താൽ ഒരു വിസിൽ വന്നു. രണ്ടാമത് വിസിൽ വരുന്നവരേക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് 2 വിസിൽ വന്ന് നമ്മൾ കുക്കർ ഓഫ് ചെയ്ത് കൊടുത്താൽ വെജ് കുറുമ റെഡിയാവും. പെട്ടെന്ന് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റിയ 2 വിസിലും വന്നു ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെജ് കുറുമയാണിത്.
2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി പ്രഷറിനെ പോയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം അങ്ങനെ വന്നിട്ടുണ്ടെന്ന്. പ്രഷറൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എണ്ണയൊക്കെ പിരിഞ്ഞ് മേലെ വന്നിട്ടുണ്ട്. നല്ല മസാല പൊട്ടി കറക്റ്റായിട്ടുള്ള ഗ്രേവി കിട്ടിയിട്ടുണ്ട്. ഞാൻ എടുത്ത പച്ചക്കറിൻ്റെ അനുസരിച്ചിട്ടുള്ള തിക്കായിട്ടുള്ള ഗ്രേവിയാണ്, കുറുമയാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് എത്ര കുറുമ വേണോ അതിനനുസരിച്ചിട്ട് തേങ്ങേൻ്റെ അളവ്, മസാല, പച്ചക്കറി എല്ലാം നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കുക. ഞാൻ ഇன்றைக்கി വീഡിയോയിൽ ഉണ്ടാക്കിയത് ഒരു വെജ് കുറുമയാണ്, ചപ്പാത്തിക്ക് മാച്ചിങ് ആയിട്ടുള്ളത് ഉള്ള ഒരു വെജ് കുറുമയാണ് ഞാൻ ഇன்றைக்கി വീഡിയോയിൽ ഉണ്ടാക്കിയത്. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ചപ്പാത്തിയോടെ കഴിക്കാൻ പറ്റിയ ഒരു കുറുമയാണിത്. ഇത്രയേ ഉള്ളൂ ഒരു വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.